അസ്സലാമലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് മോനൂസിന് ഈ കൊല്ലത്തെ ആദ്യത്തെ നോമ്പുള്ളൊരു ദിവസമാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ നോമ്പ് തുറേൻ്റെ. അപ്പോൾ ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വീട്ടിൽ നിന്ന് അവർ എഴുന്നേറ്റതിന് ശേഷം കളിക്കുന്നതൊക്കെ വീഡിയോ ആണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഉച്ചയായപ്പോൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതാ വന്നതിന് ശേഷം പിന്നെ കടി ഉണ്ടാക്കാനും പിന്നെ നോമ്പ് പറയേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി ഒന്ന് ചതച്ച് അവിടെ വെക്കാൻ വിചാരിച്ച്. അപ്പം ഇതാ മിക്സിയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് പറയാം. അങ്ങനെ ചെയ്തെടുക്കുക നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത്. അതിന് ഹെൽപ്പായിട്ട് മോനൂസും കൂടെ ഉണ്ടായിരുന്നു. അവന് നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സമയം പോട്ടേന്ന് ചോദിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കിടക്കാൻ പോയി. ആ സമയത്ത് മക്കൾക്ക് കുറച്ച് സമയം ഫോൺ കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കിടന്ന് എഴുന്നേറ്റതിന് ശേഷം പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ സമൂസക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ കുഞ്ഞതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും മസാല ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള മസാല ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ സവാളയും കറിവേപ്പിലും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ തന്നെ ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ അത് സവാള നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല എന്ന് പറയാൻ വലിയ കാര്യമായിട്ട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പൊടിച്ചതില്ലായിരുന്നു, അതുകൊണ്ട് മുളക് പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം വലിയ ജീരകം പൊടിച്ചതും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ ജീരകം പൊടിച്ചത് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന. പച്ചമുളകൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ മോനൂസിനൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ അവനിക്ക് കഴിക്കണമെങ്കിൽ അധികം എരിവുള്ളതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് അധികം സ്പൈസി അല്ലാത്ത രീതിയിലുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതേപോലെ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബീഫിനേക്കാൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് നമ്മൾ ചിക്കനൊക്കെയായിരിക്കും കേട്ടോ. മക്കൾക്കും പിന്നെ ചിക്കനായിരിക്കും കുറച്ച് താല്പര്യം കൂടുതൽ. കാരണം ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബീഫ് കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ മോനൂസിനൊന്നും. അപ്പോൾ ഇതാ ഞാൻ ബീഫ് അതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം മോനൂസിൻ്റെ ഫസ്റ്റത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ഇത് മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടുള്ളത് ഫസ്റ്റത്തെ നോമ്പല്ലേ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നോമ്പ് മുറിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സമയം വൈകുന്നേരം ആവാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഇത്രയും ആയില്ലേ, പിന്നെ അവനും മുറിക്കുന്നില്ല എന്ന് പറഞ്ഞ്. ഇതാ നമ്മുടെ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഫോൺ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വിട്ട് പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന് എന്തെങ്കിലും കഴിക്കണം, നോമ്പ് മുറിക്കുന്നതെന്നൊക്കെ ഉള്ളൊരിത്. അപ്പോൾ സമൂസക്കുള്ള മസാല അവിടെ റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പഴംപൊരിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ, അതുപോലെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ പഞ്ചസാര, പിന്നെ അതിൽ ഒരു യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ബാറ്ററാക്കി മാറ്റാം.
അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ, പഴംപൊരിൻ്റെയൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അല്ലേ. അതുപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയല്ലേ പഴംപൊരി. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് പഞ്ചസാരയും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പഴംപൊരിക്കുള്ള ബാറ്ററും കൂടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ ഈ സ്വീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ പിന്നെ മടക്കുന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ പിന്നെ ഷീറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് ഇത് എന്താ അഴിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ ഓരോ സമയത്തും മൈദ മിക്സ് തേച്ച് കൊടുക്കുന്ന പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കും. മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൈവച്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചോ ഇങ്ങനെ ഒന്ന് ഈ ഷീറ്റിലൊന്ന് പിന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഈ മസാലയൊക്കെ വെച്ച് ഒട്ടിക്കുന്ന സമയത്ത് അവിടെ തന്നെ നിന്നോളും. സമൂസ ഷീറ്റ് മടക്കാൻ അറിയാത്തവർക്ക് ഇതാട്ടോ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ മൈദേൻ്റെ മാവ് ഇതേപോലെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് പിന്നെ ആക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ സമൂസ മൊത്തം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചിക്കൻ്റെയൊക്കെയുള്ള പിന്നെ സവാളയും ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും പിന്നെ കുരുമുളക് കുറച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനും പിന്നെ അതുപോലെ നമ്മുടെ ഇതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം പാത്രം കഴുകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സമൂസ ഉണ്ടാക്കി. ഇനി അടുക്കളയിൽ നിന്ന് ഓരോരോ സ്നാക്സിൻ്റെ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് മോനൂസൊക്കെ അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓടിക്കും അങ്ങോട്ട് പോയിക്കോന്നും പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും അത്ര സമയമായില്ല, ഇനിയിപ്പോൾ ആകെ അത്രയേ ഉള്ളൂ, എന്തായാലും വൈകുന്നേരം ആക്കി പിന്നെ നോമ്പ് മുറിക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതങ്ങനെ പഴംപൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം സമൂസയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സമൂസ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നോമ്പ് തുറക്കാനായിട്ട് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയും. അപ്പോൾ നെയ്ച്ചോറിനുള്ള പരിപാടിയാണ്. നെയ്ച്ചോറ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതും കുക്കറിൽ നമുക്ക് ഒറ്റൊരു വിസിലടിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും. അപ്പം അധികം ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ സമൂസയും അതുപോലെ പിന്നെ പഴംപൊരിയൊക്കെ ഞാൻ ഗ്യാസ് റോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നെയ്ച്ചോറിനുള്ള പരിപാടിയായി. നെയ്ച്ചോറ് ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള അതുപോലെ കറിവേപ്പില പട്ട ഗ്രാമ്പു അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് പിന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമ്മുടെ പിന്നെ ചിക്കൻ ഇവിടുന്ന് വിസിലടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നാടൻ ചിക്കനാണ്, അതുകൊണ്ട് തന്നെ പിന്നെ കുറേ വിസിലടിക്കേണ്ടി വരും. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ നെയ്ച്ചോറും റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ അതിനിടയിൽ കുഞ്ഞോന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പിന്നെ പഴംപൊരിയും അതുപോലെ സമൂസയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മോനൂസ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബത്തക്ക ജ്യൂസ് അവനടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ അത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സമൂസയും പഴംപൊരിയും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനൂസിന് നോമ്പായത് കൊണ്ട് മാത്രമാണ് ഇതേപോലെ 2 സ്നാക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഉണ്ടാക്കാനൊക്കെ നിന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഒപ്പിക്കൽസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിതാ പിന്നെ മക്കളവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നോമ്പ് തുറക്കാനുള്ള ടൈമായി. അപ്പോൾ ഇത് ഈത്തപ്പഴമൊക്കെ തിന്ന് മോനൂസ് നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പിന്നെ എന്താ പറയുക ആ ഉത്സാഹമൊന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിതാ മക്കൾക്ക് പിന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.